ഖിറാഅത്ത് എന്നുള്ളതാണ് വായന. വായന എന്നുള്ള യോജിക്കുന്ന ഇവിടെ തന്നെ നിങ്ങൾ കാണാം. ഇവിടെ അൽ കുത്തുബ് എന്നുണ്ട്. ഇത് രണ്ടുമാണ് ഇവിടെ സ്യൂട്ടബിൾ ആയ രണ്ട് വേർഡുകൾ. അപ്പൊ നമുക്ക് ഇത് രണ്ടും വെച്ചിട്ട് എന്ത് ചെയ്യണം? ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് എങ്ങനെ പറയാം? ഖറഅതു ഫി ഹാദിഹിൽ ഉത്ലതി കുതുബൻ കസീറ. ഖറഅതു ഞാൻ വായിച്ചു, ഫി ഹാദിഹിൽ ഉത്ലതി ഈ ലീവ് സമയത്ത്, കുതുബൻ കസീറ ധാരാളം പുസ്തകങ്ങൾ ഞാൻ വായിച്ചു. ഇവിടെ നമുക്ക് എഴുതി കൊടുക്കാം. ഓക്കെ, ഖറഅതു ഫി ഹാദിഹിൽ ഉത്ലതി കുതുബൻ കസീറ. മനസ്സിലായല്ലോ. മൂന്നാമത്തേത് റുക്കൂബ് എന്നുള്ള ഉദാഹരണമാണ്. റുക്കൂബ് എന്നുള്ള വാക്കിനോട് യോജിക്കുന്നത് തൊട്ടപ്പുറത്ത് തന്നെ ഖൈൽ എന്ന് കാണാം. ഈ ഖൈൽ എന്ന് പറയുന്ന പദത്തിനോടാണ് റുക്കൂബ് യോജിക്കുന്നത്. അപ്പൊ റുക്കൂബുൽ ഖൈൽ എന്ന് പറഞ്ഞാൽ അർത്ഥം കുതിര സവാരി എന്നായി. എന്താണ് അർത്ഥം? കുതിര സവാരി. ഓക്കെ ഓക്കെ അപ്പൊ റുക്കൂബുൽ ഖൈൽ വെച്ചിട്ട് നമുക്കൊരു ഉദാഹരണം ഉണ്ടാക്കാം. സിമ്പിളായ മലയാളത്തിൽ ഉദാഹരണം പറയാം. എനിക്ക് കുതിര സവാരി ഇഷ്ടമാണ്. അതെങ്ങനെ പറയാം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിക്കിപീഡിയയുടെ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ അഫ്ളലുൽ ഉലമ വിഷയമായി തിരഞ്ഞെടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒന്നാം സെമസ്റ്ററിലെ ഫങ്ഷണൽ അറബിക് എന്ന പുസ്തകത്തിന്റെ 6ാമത്തെ ചാപ്റ്ററാണ്. ഇതിൽ അൻവാഉ തർവീഹ് അഥവാ നമ്മൾ റിഫ്രഷ്മെന്റിന്റെ വിവിധ ഇനങ്ങളെ കുറിച്ചാണ് നമ്മളിതിൽ പറയുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ മനുഷ്യന്റെ ജീവിതത്തിനിടയിൽ അവന് റിഫ്രഷ്മെന്റ് എടുക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മറ്റുമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ന് അതിന്റെ വിവിധ ഇനങ്ങളെ കുറിച്ചാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. തഹ്ജിഅ. ഫക്കിർ ഫിൽ ഇജാബത്തി അനിൽ അസിലത്തി താലിയ. താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനെ കുറിച്ച് ആലോചിക്കാനാണ് പറയുന്നത്. ഒന്നാമത്തേത്, ഹൽ തുറവിഹു അൻ നഫ്സിക അഹിയാനൻ കൈഫ. നീ നിന്റെ നഫ്സിനെ തൊട്ട് ചിലപ്പോഴൊക്കെ റിഫ്രഷ്മെന്റ് എടുക്കാറുണ്ടോ? എങ്ങനെയാണ് എടുക്കാറുള്ളത് എന്നാണ് ചോദ്യം. ഉത്തരം നിങ്ങൾ തന്നെയാണ് പറയേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹലിൻ ഖിറാഅത്തു നൗഉൻ മിൻ അൻവാഇ തർവീഹി. വായന എന്ന് പറയുന്നത് അത് റിഫ്രഷ്മെന്റിന്റെ ഒരു ഇനത്തിൽപ്പെട്ടതാണോ? മൂന്നാമത്തേത്, ഹലി തർവീഹ് മുഫീദുൻ. റിഫ്രഷ്മെന്റ് ഇടക്കൊക്കെ എടുക്കുന്നത് ഫലപ്രദമാണോ? അതുകൊണ്ട് എന്തെങ്കിലും ഫലങ്ങളുണ്ടോ? നാലാമത്തേത്, മത്താ യകൂനു തർവീഹു ഗൈറ മുഫീദ്. എപ്പോഴാണ് ഈ റിഫ്രഷ്മെന്റ് എടുക്കുന്നത് പ്രയോജനപ്രദം അല്ലാതെയാകുന്നത്? ഇതൊക്കെയാണ് അതിലെ ചോദ്യങ്ങൾ. അത് അത്രമാത്രം കാര്യപ്രസക്തമല്ലാത്തത് കൊണ്ട് നമുക്ക് ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് വരാം. ചാപ്റ്റർ ആരംഭിക്കുന്നു. യുമാരിസുന്നാസു ബഅദൽ അൻഷിത. ചില ആളുകൾ അവർ ചില പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റീസ് അവർ ചെയ്യുന്നുണ്ട്. ലിത്തർവീഹി അനിൻ നഫ്സി. അവർക്ക് ഇടക്കൊക്കെ റിഫ്രഷ്മെന്റ് എടുക്കാൻ വേണ്ടി. യത്ലുബുന്നാസു അത്തർവീഹ. ആളുകൾ ഈ തർവീഹിനെ തേടുന്നത് ബഅദ അനാഇൽ അമലി. പലപ്പോഴും ജോലി നീണ്ട വളരെ ഡിഫിക്കൽട്ടി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം അസ്വസ്ഥത അനുഭവപ്പെടുന്ന സമയത്ത്, ജോലിയുടെ ബിസിനസിന്റെ ഒക്കെ അനാഗ് എന്നാൽ എക്സ്ഹോസ്റ്റ്, അസ്വസ്ഥതയൊക്കെ അനുഭവപ്പെട്ടതിന്റെ ശേഷമാണ് റീഫ്രഷ്മെന്റിന് ആളുകൾ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അതിനെ തേടുന്നത്. വിദ്യാഭ്യാസ അല്ലെങ്കിൽ പഠനത്തിന്റെ ഈ പറയുന്ന ഒരുപാട് സമയത്ത് പഠനത്തിന്റെ ശേഷം ഉണ്ടാകുന്ന അസ്വസ്ഥതയെ തുടർന്നാണ് ആളുകൾ റിഫ്രഷ്മെന്റിന് തേടുന്നത്. ഫൽആമിലുല്ലദീ യഅമലു കസീറൻ. അപ്പോ ധാരാളം ജോലി എടുക്കുന്ന ഒരു തൊഴിലാളി യഹ്താജു ഇല തർവീഹി. അവനിടക്കൊക്കെ ഈ റിഫ്രഷ്മെന്റ് ആവശ്യമാണ്. താലിബുല്ലദീ യദ്റുസു കസീറൻ. അപ്രകാരം ധാരാളമായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി യഹ്താജു ഇല തർവീഹി, അവനും വേണം ഇടക്കൊക്കെ ചില ബ്രേക്ക് ഓർ റിഫ്രഷ്മെന്റ്. തർവീഹു മുഫീദുൻ ലിൽ അഖ്ലി വൽ ജിസ്മി. അപ്പോൾ റിഫ്രഷ്മെന്റ് എടുക്കുന്നത് നമ്മുടെ ബുദ്ധി, ബ്രെയിനിനും അതുപോലെ നമ്മുടെ ബോഡിക്കൊക്കെ വളരെ ഫലപ്രദമാണ്. വലൈസൽ ഹദ്ഫു മിന തർവീഹി ഖത്ലൽ വഖ്തി. ചില ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് പോലെ നമ്മൾ ഈ ഇടക്കൊക്കെ റീഫ്രഷ്മെന്റ് എടുക്കുന്നത് അല്ലെങ്കിൽ ബ്രേക്ക് എടുക്കുന്നത് അത് നമ്മളെ സമയം പാഴാക്കൽ അല്ല. വൈനമൽ ഹദ്ഫു മിന തർവീഹി. മറിച്ച് നമ്മൾ ഈ റീഫ്രഷ്മെന്റ് എടുക്കുന്നതിന്റെ, ബ്രേക്ക് എടുക്കുന്നതിന്റെ ഒക്കെ ലക്ഷ്യം ഖളാഉൽ വഖ്തി ഫി അൻഷിതത്തിൻ മുഫീദ. നമ്മുടെ സമയം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചില ആക്ടിവിറ്റീസിൽ ചെലവഴിക്കാൻ വേണ്ടി കൂടിയാണ്. ഈ തർവീഹി സുവറുൻ കസീറ. ധാരാളം മാർഗങ്ങളുണ്ട് നമ്മൾ റിഫ്രഷ്മെന്റ് എടുക്കുന്നതിന്. മിൻഹാദിൽപ്പെട്ട ചില ആക്ടിവിറ്റീസ് ആണ് ഖിറാഅത്ത്, വായന, മുമാറസുർ റിയാദ, അതുപോലെ ടേക്കിംഗ് എക്സസൈസസ്,
സഫർ, അതുപോലെ ട്രാവലിംഗ്, ഖളാഉൽ വഖ്തി ഫിൽ ഹദീഖ, സ്പെൻഡിങ് ടൈം ഇൻ ഗാർഡൻ, അല്ലെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ തോട്ടങ്ങളിലും മറ്റൊക്കെ സമയം ചെലവഴിക്കുക എന്നുള്ളത്. അതുപോലെ ഷാത്തുഇ, അല്ലെങ്കിൽ ബീച്ചിൽ പോയി സമയം ചെലവഴിക്കുക എന്നുള്ളത്. ലഅബുൽ ഹസൂബി എന്ന പ്രകാരം കമ്പ്യൂട്ടർ ഗെയിംസ്. ഇഖാമത്തുൽ മുഖയ്യമാൻ, അതുപോലെ നമ്മൾ ടെന്റുകൾ കിട്ടുക എന്നുള്ളത്. സ്വയ്ദു സമക്കി, അതുപോലെ ഹണ്ടിങ് ഫിഷസ്, മീൻ പിടിക്കുക എന്നുള്ളത്. സിയാറത്തുൽ മത്താഹിഫി, അതേപ്രകാരം മ്യൂസിയങ്ങൾ പോലെയുള്ള പൈതൃക കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കുക എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ ജോലി തിരക്കുകൾക്കിടയിൽ ഇടയ്ക്കൊക്കെ ഒരു റിഫ്രഷ്മെന്റിന്റെ ഭാഗമായി ചെയ്യുന്ന ചില ആക്ടിവിറ്റീസുകളാണ്. യുഫദ്ദുലു കസീറും മിനന്നാസ് അൽ ഖിറാഅത്ത, ധാരാളം ആളുകൾ ഈ പ്രിഫർ ചെയ്യുന്നത് വായനയാണ്. ഫീഹ ഫായിദത്തുൻ മുതഅത്തുൻ, ഒരേ സമയം അത് കൂടുതൽ ഫലപ്രദവുമാണ്. അതോടൊപ്പം മുതഅത്തുൻ, ഇറ്റ്സ് ആൻ എൻജോയ്മെന്റ്, വായന ഒരു ഒരു എൻജോയ്മെന്റ് ആയ ഒരു അനുഭവം കൂടിയാണ്. അപ്പോൾ ഇൻസാനു യുറവിഹു അൻ നഫ്സിഹി, അപ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നു, അവരുടെ നഫ്സിനെ തൊട്ട് റിഫ്രഷ്മെന്റ് എടുക്കുന്നു. ഖിറാഅത്തിൻ ഖിസ്വസി, കഥകൾ വായിക്കൽ കൊണ്ട്, വശ്ശിഅരി, കവിതകൾ വായിക്കൽ കൊണ്ട്, വൽ കുതുബിൽ മുഫീദ, യൂസ്ഫുൾ ആയിട്ടുള്ള ബുക്സുകൾ വായിക്കൽ കൊണ്ട്, പിന്നെ തർവീഹിൽ മുഫീദി, അതേപ്രകാരം ഫലപ്രദമായ മറ്റു ചില റിഫ്രഷ്മെന്റുകളിൽപ്പെട്ടതാണ് മുമാറസുർ റിയാള, ടേക്കിംഗ് എക്സസൈസസ്. ലനൽ ഇസ്ലാം യദ്ഉ ഇലൽ ഖുവ, കാരണം ഇസ്ലാം ആവശ്യപ്പെടുന്നത്, തേടുന്നത് ശക്തിയിലേക്കാണ്. എക്സസൈസ് ചെയ്യുന്നത് നമ്മളെ ബോഡി നല്ല ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കുന്നതിനും അതിൻ്റെ ശക്തി നിലനിർത്തുന്നതിനൊക്കെ വേണ്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫി. അതിന് രണ്ടർത്ഥം പറയാറുണ്ട്. ഒന്ന്, ആത്മീയമായ ശക്തിയുള്ള മനുഷ്യൻ, അവനാണ് റബ്ബിലേക്ക് ഏറെ ഇഷ്ടപ്പെട്ടയാൾ ദുർബലനായ ഒരു വിശ്വാസിയെക്കാളും. മറ്റൊരർത്ഥം പറയുന്നത്, നമ്മളെ ശാരീരികമായ ശക്തി, കായബലം, അത് ഉണ്ടാവുന്ന ഒരു വിശ്വാസി അവനാണ് ഏറ്റവും ഖൈർ, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തവൻ, ഇഷ്ടപ്പെട്ടവൻ ഏറെക്കാളും ദുർബലനായ വിശ്വാസിയെക്കാളും. ഫിക്കുല്ലിൻ ഖൈറുൻ, ഓരോന്നിലും ഖൈറുണ്ട്. എന്ന് വെച്ചാൽ ഒരു വിശ്വാസി അവന് ഇനി പിന്നെ ദുർബലനാണെങ്കിൽ പോലും അതിലും ഖൈറുണ്ട്, കാരണം അവൻ വിശ്വാസമുണ്ടല്ലോ. അർത്ഥത്തിലാണ് അഫി കുല്ലിൻ ഖൈറുൻ എന്ന് പറഞ്ഞത്. ഇനി മറ്റൊരു കാര്യം പറയുന്നത്, വക്കാനൽ മുസ്ലിമൂന യുമാരിസൂന റിയാദ, മുസ്ലിമീങ്ങൾ പലപ്പോഴും എക്സസൈസുകൾ അവർ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. കാല ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞത് കാണാം, അല്ലിമു ഔലാദക്കും സിബാഹ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് സിബാഹത്ത് അഥവാ സ്വിമ്മിങ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിപ്പിച്ചു കൊടുക്കുക. സ്വിമ്മിങ് എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് എക്സസൈസ് ആണ്. അതുപോലെ റിമായത്ത്, അമ്പെയ്ത്ത് പഠിപ്പിച്ചു കൊടുക്കുക. റുക്കൂബൽ ഖൈലി, കുതിര സവാരി പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ ഇതൊക്കെ ഒരു തലങ്ങളിലുള്ള അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള എക്സസൈസുകളാണ്. അപ്പൊ അതൊക്കെ പ്രോത്സാഹനം നൽകുന്നുണ്ട് ഇസ്ലാമിക പണ്ഡിതന്മാർ എന്നാണ് മുകളിൽ വരച്ച് കാണിക്കുന്നത്. ഇനി പാഠത്തിൽ വന്ന പ്രധാനപ്പെട്ട മുഫ്രദാത്തുകൾ ഇവിടെ ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് അതിലേക്ക് ഒന്ന് പോയി നോക്കാം. തദ്രീബാത്ത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ലിമാദ യുമാരിസുന്നാസു ബഅദൽ അൻഷിത, എന്തുകൊണ്ടാണ് ആളുകൾ ചില ആക്ടിവിറ്റീസുകളൊക്കെ അവർ പ്രാക്ടീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം നേരത്തെ ചാപ്റ്ററിൽ പഠിച്ചു. ലിത്തർവീഹി അനിൻ നഫ്സി, നമുക്ക് ഇടയ്ക്കൊക്കെ നമ്മുടെ ശരീരത്തിന് ചില ബ്രേക്കുകൾ അല്ലെങ്കിൽ റിഫ്രഷ്മെന്റ് അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, ചില ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത്. മൽ ഹദ്ഫു മിന തർവീഹി, ഇപ്പോൾ ഈ റിഫ്രഷ്മെന്റ് എടുക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? അപ്പോൾ നമ്മൾ പറഞ്ഞു, ഖളാഉൽ വഖ്തി ഫി അൻഷിതത്തിൻ മുഫീദ, നമ്മളെ സമയം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ചെലവഴിക്കുക എന്നുള്ളതാണ് റിഫ്രഷ്മെന്റ് എടുക്കുന്നതിന്റെ ലക്ഷ്യം. അടുത്തത്, ഇല അയ്യി ഷൈഇൻ യദ്ഉ അൽ ഇസ്ലാം, ഇസ്ലാം എന്തിലേക്കാണ് ആവശ്യപ്പെടുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അൽ ഇസ്ലാമു യദ്ഉ ഇലൽ ഖുവ, ഇസ്ലാം ശക്തിയിലേക്കാണ്, ശക്തി ഉണ്ടാവണം എന്നാണ് ആവശ്യപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അരുളുകയുണ്ടായി, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫി, ഒരു ശക്തിവാനായ ഒരു വിശ്വാസി അവൻ ഏറ്റവും ഖൈറാണ്, റബ്ബിന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ദുർബലനായ വിശ്വാസിയേക്കാൾ. എങ്കിലും ഓരോരുത്തരിലും ഖൈറുണ്ട് എന്ന് പറയുന്ന ഹദീസ് കൂടി നമുക്കവിടെ ഉത്തരത്തിൽ ചേർത്താൽ ഉത്തരം പൂർണ്ണമായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മനിൽ ആമിലുല്ലദി യഹ്താജു ഇലാ തർവീഹിൻ, റിഫ്രഷ്മെന്റ് ആവശ്യമുള്ള തൊഴിലാളി ആരാണ്? നമ്മളത് ചാപ്റ്ററിൽ പറഞ്ഞു. അമിതമായി അല്ലെങ്കിൽ വളരെ ധാരാളമായി തൊഴിലെടുക്കുന്ന ആളുകൾക്ക് റിഫ്രഷ്മെന്റ് ആവശ്യമുള്ളൂ. ചെറിയ ജോലികൾ ചെയ്യുന്നവർക്ക് അങ്ങനെ ഒരു റിഫ്രഷ്മെന്റിന്റെ ആവശ്യമൊന്നുമില്ല.
വൽ ആമിലു അല്ലദീ യഅമലു കസീറൻ, ധാരാളം തൊഴിലെടുക്കുന്ന തൊഴിലാളിയാണ് റിഫ്രഷ്മെന്റിന് ആവശ്യമുള്ളത്. മന ത്വാലിബുൽ ലദീ യഹ്താജു ഇലാ തർവീഹിൻ, ഏത് വിദ്യാർത്ഥികൾക്കാണ് തർവീഹ് ആവശ്യമുള്ളത്? അവിടെയും പറഞ്ഞു ത്വാലിബുൽ ലദീ യദറുസു കസീറൻ, ധാരാളം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇടയ്ക്കൊക്കെ റിഫ്രഷ്മെന്റ് ആവശ്യമുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തൊരു തദ്രീബ് എന്ന് പറയുന്നത് സ്വിൽ ബൈനൽ കലിമത്തൈനി അല്ലത്തൈനി തഅതിയാനി മഅൻ, ഒന്നിച്ചു വരുന്ന രണ്ട് കലിമത്തുകൾ, അവ തമ്മിൽ പരസ്പരം ചേരുംപടി ചേർക്കുക. സുമ്മസ്തഅമിൽഹുമാ ഫീ ജുംലത്തിൻ മിൻ ഇൻശാഇക, പിന്നെ അത് വെച്ചിട്ട് ആ രണ്ട് ജുംലകളും വെച്ചിട്ട് ഒരു ജുംല, ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കുറച്ച് ടഫായിട്ടുള്ളൊരു വാക്കാണ്, എന്നാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് നോക്കാം. ഒന്നാമത്തേത് സ്വയ്ദ് എന്നുള്ള വാക്കാണ്. സ്വയ്ദ് എന്നുള്ള വാക്ക് ഇവിടെ ചേരുന്നത് തൊട്ടപ്പുറത്തെ പേജിൽ പറയുന്ന സമക്ക് എന്ന് പറയുന്ന പദത്തോടാണ്. നമുക്ക് സ്വയ്ദ്, സമക്ക് ഈ രണ്ട് വാക്കുകൾ ചേർത്ത് വെക്കാം. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് ഒരു സെന്റൻസ്, എക്സാമ്പിൾ സെന്റൻസ് ഉണ്ടാക്കണം. നമുക്ക് എങ്ങനെ പറയാം? ലിമാദ ഇൻതഹ സ്വയ്ദുൽ അസ്മാക്കി ഫി ഹാദിഹിൽ അയ്യാം. ഒരു സെന്റൻസ് ആയി, ഒരു മുഫീദായിട്ടുള്ള സെന്റൻസ് ആയി കഴിഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ മീൻപിടുത്തം ഈ ദിവസങ്ങളിൽ അവസാനിപ്പിച്ചത്, അതെന്തുകൊണ്ടാണ് നിർത്തിയത് എന്നാണ് ഇപ്പോൾ ആ ചോദ്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. ലിമാദ ഇൻതഹ സ്വയ്ദുൽ അസ്മാക്കി ഫി ഹാദിഹിൽ അയ്യാം, എന്തുകൊണ്ടാണ് ഈ ദിനങ്ങളിൽ മീൻ പിടിക്കൽ നിർത്തിയത്. ഒരു രണ്ട് സെന്റൻസും ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മളൊരു സെന്റൻസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. അടുത്തൊരു ഉദാഹരണം നോക്കൂ. അടുത്ത് എന്നുള്ളതാണ് വായന. വായന എന്നുള്ള യോജിക്കുന്ന ഇവിടെ തന്നെ നിങ്ങൾ കാണാം, ഇവിടെ അൽ കുത്തുബ് എന്നുണ്ട്. ഇത് രണ്ടുമാണ് ഇവിടെ സ്യൂട്ടബിൾ ആയ രണ്ട് വേർഡുകൾ. അപ്പൊ നമുക്ക് ഇത് രണ്ടും വെച്ചിട്ട് എന്ത് ചെയ്യണം? ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് എങ്ങനെ പറയാം? ഖറഅതു ഫി ഹാദിഹിൽ ഉത്ലതി കുതുബൻ കസീറ. ഖറഅതു ഞാൻ വായിച്ചു, ഫി ഹാദിഹിൽ ഉത്ലതി ഈ ലീവ് സമയത്ത്, കുതുബൻ കസീറ ധാരാളം പുസ്തകങ്ങൾ ഞാൻ വായിച്ചു. ഇവിടെ നമുക്ക് എഴുതി കൊടുക്കാം. ഓക്കെ, ഖറഅതു ഫി ഹാദിഹിൽ ഉത്ലതി കുതുബൻ കസീറ. മനസ്സിലായല്ലോ? മൂന്നാമത്തേത് റുക്കൂബ് എന്നുള്ള ഉദാഹരണമാണ്. റുക്കൂബ് എന്നുള്ള വാക്കിനോട് യോജിക്കുന്നത് തൊട്ടപ്പുറത്ത് തന്നെ ഖൈൽ എന്ന് കാണാം. ഈ ഖൈൽ എന്ന് പറയുന്ന പദത്തിനോടാണ് റുക്കൂബ് യോജിക്കുന്നത്. അപ്പൊ റുക്കൂബുൽ ഖൈൽ എന്ന് പറഞ്ഞാൽ അർത്ഥം കുതിര സവാരി എന്നായി. എന്താണ് അർത്ഥം? കുതിര സവാരി. ഓക്കെ, അപ്പൊ റുക്കൂബുൽ ഖൈൽ വെച്ചിട്ട് നമുക്കൊരു ഉദാഹരണം ഉണ്ടാക്കാം. സിമ്പിളായ മലയാളത്തിൽ ഉദാഹരണം പറയാം. എനിക്ക് കുതിര സവാരി ഇഷ്ടമാണ്. അതെങ്ങനെ പറയാം? വേറെ ചില ഉദാഹരണം നോക്കാം. ഇവിടെ അടുത്തൊരു വാക്ക് പറയുന്നത് ഖത്ല് എന്നുള്ളതാണ്. ഖത്ലിനോട് യോജിക്കുന്ന നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഈ ഖത്തുൽ വക്ത്. ഖത്തുൽ വക്ത് എന്നാൽ സമയത്തെ കൊല്ലുക എന്നർത്ഥം. അപ്പൊ ഇവിടെ ഈ നമ്മൾ പറഞ്ഞു റിഫ്രഷ്മെന്റ് എടുക്കുന്ന സത്യത്തിൽ ഒരു ഖത്തുൽ വക്ത് അല്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് വേറൊരു വാക്ക് ഇതേപോലെ ചോദിച്ചു നോക്കാം. നീ എന്തിനാണ് ഈ ഗെയിമുകളിൽ നിന്റെ സമയത്തെ കൊല്ലുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പൊ എങ്ങനെ പറയണം? ലിമാദാ തഖ്തുലു വഖ്തക ഹാക്കദ ഫിൽ അൽആബി, നീ എന്തിനാണ് ഇങ്ങനെ ഗെയിമുകളിൽ നിന്റെ സമയം കൊല്ലുന്നത്? ലിമാദാ തഖ്തുലു വഖ്തക ഹാക്കദ ഫിൽ അൽആബി എന്നായാൽ മതി. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ മുമാറസത്ത്. മുമാറസ് എന്നാൽ എക്സസൈസ് ചെയ്യുക എന്ന അർത്ഥത്തിന്, ചെയ്യുക എന്നുള്ളതിനാണ് മുമാറസത്ത് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനോട് സ്യൂട്ടബിൾ ആയത് സ്വാഭാവികമായിട്ടും റിയാള എന്ന് പറയുന്ന അപ്പുറത്തെ പേജിലുള്ള വാക്കാണ്. നമുക്ക് എന്ത് പറയാം? മുമാറസത്തു റിയാള എന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഉദാഹരണം എന്ത് പറയാം? ഹൽ തുമാരിസു റിയാളത്തെ കുല്ലയവും, നീ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യാറുണ്ടോ? ഹൽ തുമാരിസു റിയാളത്ത കുല്ലയവുമിൻ, ക്വസ്റ്റ്യൻ മാർക്ക് ചേർക്കുക. ഇതാണ് ഇപ്പൊ അതിനോട് സ്യൂട്ടബിൾ ആയ ഒരു സെന്റൻസ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മുഫീദായ ഒരു സെന്റൻസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ രീതിയിൽ പറയുന്ന ചില നഹ്വിയായ ചില മൂലാഹതകൾ ശ്രദ്ധിക്കൂ. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഫായിലിനെ കുറിച്ചാണ്. അഥവാ നമ്മുടെ ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് എന്ന് പറയുന്ന സംഗതിയെ കുറിച്ചാണ്. അഥവാ മലയാളത്തിൽ നമ്മൾ കർത്താവ് എന്ന് വിളിക്കുന്ന അതിനെക്കുറിച്ചാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. എന്താണ് കർത്താവ് അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ? അൽ ഫായിലു ഹുവൽ ഇസ്മുൽ മർഫൂഉ അല്ലദീ ഫഅലൽ ഫിഅല, ഏതൊരു കർമ്മവും ചെയ്ത ആൾക്കാണ്, അങ്ങനത്തെ റഫ് കിട്ടുന്ന ഇസ്മായ ചെയ്ത ആൾക്ക് പറയുന്നതാണ് ഫായില് എന്നുള്ളത്. ഏത് കർമ്മമാണെങ്കിലും ചെയ്ത ഒരാളുണ്ടാവുമല്ലോ, ആ ചെയ്ത ആൾക്കാണ് ഫായിൽ എന്ന് പറയാം. അതിന്റെ ഏറാബാണ് റഫ്. അതാണ് അവിടെ ഇസ്മുൽ മർഫൂഉ എന്ന് അവിടെ സൂചിപ്പിച്ചത്. മനസ്സിലായല്ലോ? ഉദുറുസ് വലാഹിൽ അംതില.
താഴെ കൊടുക്കുന്ന ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ഒന്നാമത്തെ ഉദാഹരണം എന്താ? യുമാരി സുന്നാസു റിയാള, ആളുകൾ എക്സസൈസ് ചെയ്യുന്നു. നിങ്ങൾ നോക്കൂ, യുമാരിസു എന്താണ് ഇവിടുത്തെ ക്രിയ, ഇവിടുത്തെ ഫീല് യുമാരിസു, ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ എക്സസൈസ് ചെയ്യുന്നത് ആരാണ്? ചെയ്യുന്ന ആള് അന്നാസു, ജനങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇതാണ് ഫായിൽ. മാത്രമല്ല ഇതൊരു ഇസ്മാണെന്ന് മനസ്സിലായല്ലോ ഇവിടെ പറഞ്ഞ പോലെ. അതേ പ്രകാരം മർഫുവും കൂടിയാണ്. ഇവിടെ മർഫു, ഇവിടെ അന്നാസു എന്നുള്ളതിന്റെ അവസാനം റഫ് കാണാം. അപ്പൊ ഇതാണ് പറഞ്ഞ് റഫ് ഉള്ള ഒരു കർമ്മം ചെയ്ത ഇസ്മിനിക്കാണ് ഫായിൽ എന്ന് പറയുക. അപ്പൊ യുമാരിസു അന്നാസു റിയാള, മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ വിഷയം, തുലുബു അത്തുല്ലാബു അത്തർവീഹ, വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നു? റിഫ്രഷ്മെന്റിനെ തേടുന്നു. അപ്പോൾ തേടുന്നു എന്ന് പറയുന്ന ഒരു ഫീലോടെ ഉണ്ട്. പക്ഷെ ആരാണ് തേടുന്നത്? കർമ്മം തേടുക എന്ന് പറയുന്ന കർമ്മം ചെയ്യുന്ന തുല്ലാബു, വിദ്യാർത്ഥികളാണ്. അതിന്റെ അവസാനം റഫുണ്ട്, ഇസ്മുമാണ്. കാരണം മുമ്പ് നമ്മൾ പഠിച്ച ഇസ്മിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് ഈ അല്ല്. അപ്പൊ അല്ലുണ്ടെങ്കിൽ ഇസ്മാണെന്ന് മനസ്സിലാക്കാലോ. മൂന്നാമത്തേത് ഖാല റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പറയുക എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്യുന്ന ആരാണ്? റസൂലു. അതിന്റെ അവസാനം റഫുണ്ട്, അത് ഇസ്മാണ്. ഖാല റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നതിലും ഒരു ഫായിൽ ഉണ്ട്. കാരണം സ്വല്ല എന്ന് പറഞ്ഞാൽ ഗുണം ചെയ്യുക എന്നൊക്കെയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഗുണം ചെയ്യുക എന്നാണല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ ഗുണം ഉണ്ടാവട്ടെ എന്നാണ് ഈ പ്രാർത്ഥനയുടെ ലക്ഷ്യം. അപ്പോ പിന്നെ ഗുണം ഉണ്ടാവട്ടെ എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തി അത് ചെയ്യുന്നത് ആരാണ്? അള്ളാഹു ആണ്. അപ്പൊ അള്ളാഹു എന്നുള്ളത് സ്വല്ല എന്നുള്ള ക്രിയയുടെ അല്ലെങ്കിൽ ആ ഒരു ഫീലിന്റെ ഫായിലാണെന്ന് കാണാം. മനസ്സിലായല്ലോ. അതേ പ്രകാരം മറ്റൊരു ഉദാഹരണം, അഞ്ചാമത്തേത്, യശ്റബുൽ മരീദു അദ്ദവാ, രോഗി മരുന്ന് കുടിക്കുന്നു. കുടിക്കുക എന്ന് പറയുന്ന ഒരു ക്രിയ അവിടെ ഉണ്ട്. ആരാണ് ചെയ്യുന്നത്? മരീദ്, രോഗി. അപ്പൊ രോഗി എന്ന് പറയുന്നത് ഇസ്മാണ്, ഇസ്മു ഫായിലാണ്. റളിയല്ലാഹു അൻഹു, ഒരു പ്രാർത്ഥനയാണ്. അള്ളാഹു അവരെ തൊട്ട് തൃപ്തിപ്പെടട്ടെ എന്ന പ്രാർത്ഥനയാണ് ഇവിടെ. റളിയ, തൃപ്തിപ്പെടട്ടെ. ആര് തൃപ്തിപ്പെടട്ടെ? അള്ളാഹു തൃപ്തിപ്പെടട്ടെ. അപ്പൊ അള്ളാഹു എന്നുള്ളതാണ് ഇവിടെ റളിയ എന്ന് പറയുന്ന ആ ക്രിയയുടെ ഫായിൽ. അടുത്തത് യഫ്ഹസു ത്വബീബു അൽ മരീള, ഡോക്ടർ എന്ത് ചെയ്യുന്നു? രോഗിയെ പരിശോധിക്കുന്നു. പരിശോധിക്കുന്നത് ആരാണ്? ത്വബീബു, ഡോക്ടർ. അപ്പൊ ത്വബീബു എന്നുള്ളതാണ് ഇവിടെ എന്ത്? ഇസ്മു ഫായിൽ. യതൂഫുൽ ഹാജു ഹൗലൽ കഅബ, ഹജ്ജാജി അല്ലെ, അദ്ദേഹം എന്ത് ചെയ്യുന്നു? കഅബയെ വലയം ചെയ്യുന്നു. യതൂഫു, വലയം ചെയ്യുക എന്ന് പറയുന്ന ഫീൽ ഇവിടെ ഉണ്ട്. ചെയ്ത ആള് ആരാണ്? അൽ ഹാജു, ഹാജി. ഹാജിയാണ് തവാഫ് ചെയ്യുന്നത്. അപ്പൊ ഹാജു എന്ന് പറയുന്നതാണ് അവിടുത്തെ എന്ത്? ഇസ്മു ഫായിൽ. അതിന്റെ അവസാനം റഫും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇസ്മു ഫായിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ പോലെ അൽ ഇസ്മുൽ മർഫൂഉ അല്ലദീ ഫഅലൽ ഫീല, ഏതൊരു കർമ്മവും ചെയ്ത മർഫു ആയ ഇസ്മിനിക്കാണ് എന്ന് പറയുന്നത് ഫായിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് തറവായി എന്ന് മനസ്സിലാക്കുന്നു. താഴെ കൊടുക്കുന്ന എക്സസൈസ് ഒന്ന് ചെയ്തു നോക്കാം. ഇഖ്തർ അൽ ഫായിൽ അൽ മുനാസിബ ഇമ്മാ ബൈനൽ ഖൗസൈനി, ഈ ബ്രാക്കറ്റുകൾക്കിടയിൽ കൊടുത്ത അതിൽ നിന്ന് യോജിക്കുന്ന ഫായിലിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇസ്മു ഫായിലിന്റെ ഇറാബ് റഫ് ആണ് എന്ന്. അപ്പൊ ഇനി പ്രത്യേകം റഫ് ഉള്ള ഇസ്മു ഫായിലുകൾ മാത്രം ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ ഉത്തരം ശരിയായി. കമാബിൽ മിസാലി, ഉദാഹരണത്തിൽ കൊടുത്ത പോലെ, അഖല അലിയുൻ അൽ ഖുബ്സ, അലി എന്ത് ചെയ്തു? പത്തിരി കഴിച്ചു അല്ലെങ്കിൽ അപ്പം കഴിച്ചു. അലി എന്ന് പറയുന്നതാണ് അവിടുത്തെ ഫായിൽ. ഫായിലിന് എന്തായിരിക്കും? റഫ് കൊടുക്കണം. ഇവിടെ അലിയുൻ, അലിയൻ, അലിയൻ, ഇങ്ങനെ മൂന്നെണ്ണ ഉള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ അലി റഫ് ആയിരിക്കുന്ന ഇസ്മാണ് ഇസ്മു ഫായിൽ. അപ്പൊ അലിയുൻ എന്നുള്ളതാണ് അവിടെ സ്യൂട്ടബിൾ ആയത്. അപ്പൊ അക്കല അലിയുൻ അൽ ഖുബ്സ. രണ്ടാമത്തേത് ഷരിബത്ത് അൽ മാ എന്നുള്ളത്, കുടിച്ചു, വെള്ളത്തെ കുടിച്ചു. ആര് കുടിച്ചു? അപ്പൊ അവിടെ എന്തുണ്ട്? ബിന്തു, ബിന്ത, ബിന്തി. അപ്പൊ അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയത് ആരാ? പെൺകുട്ടിയാണ് കുടിച്ചത്. ഷരിബത്തിൽ ബിന്തു അൽ മാ എന്നുള്ളതാണ് അവിടുത്തെ ശരിയായ ഉത്തരം. മൂന്നാമത്തേത് യൻസഹു അൽ മരീദ, ഉപദേശിക്കുന്നു. ആരുപദേശിക്കുന്നു? ഡോക്ടർ രോഗിയെ ഉപദേശിക്കുന്നു. ത്വബീബു, ത്വബീബ, ത്വബീബി, മൂന്നെണ്ണുള്ളത്. മർഫു ആണല്ലോ ഇസ്മു ഫായിൽ. ത്വബീബു എന്നുള്ളതാണ് ശരിയായ ഉത്തരം. മറ്റൊന്ന്, യുഫദ്ദിലു ഡാഷ് അൽ ഖിറാഅത, മുഹമ്മദ് എന്ത് ചെയ്യുന്നു? വായനയെ പ്രിഫർ ചെയ്യുന്നു എന്നുള്ളത്. പ്രിഫർ ചെയ്യുക എന്നുള്ളതിന്റെ ഫായിലൂടെ മുഹമ്മദുൻ, മുഹമ്മദൻ, മുഹമ്മദിൻ. നേരത്തെ പറഞ്ഞ പോലെ മർഫു ആയ ഇസ്മാണല്ലോ ഇസ്മു ഫായിൽ. മുഹമ്മദുൻ എന്നാണ് ശരിയായ ഉത്തരം. അഞ്ചാമത്തേത് യൽബിസു ഡാഷ് മലാബിസ് അൽ ഇഹ്റാമി, ഇന്നാലിന്നയാൾ ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കും. ആരാണ്? ഹാജിയാരാണ്.
ഹാജി എന്നുള്ളതിന്റെ ഇസ്മു ഫായിൽ നമ്മൾ മർഫു ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെയും അൽ ഹാജു എന്നുള്ളതാണ് ശരി ഉത്തരം. ആറാമത്തേത് യക്തുബു ഡാഷ് ദർസഹു, വിദ്യാർത്ഥി അവന്റെ പുസ്തകം എഴുതുന്നു. അപ്പോ ആരാണ് എഴുതുന്നത്? വിദ്യാർത്ഥി. അപ്പൊ താലിബ, താലിബു, താലിബി എന്നുള്ളത് താലിബു എന്നുള്ളതാണ് ഇവിടുത്തെ ഉത്തരം. കാരണം ഇതാണ് ഇവിടെ കൂട്ടത്തിൽ മർഫു ആയി കാണുന്നത്. സംഭവം വളരെ സിമ്പിൾ ആണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ വർക്കുകളെല്ലാം ചെയ്യാൻ പറ്റും. അപ്പൊ അതോടെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇതിന്റെ മറ്റു വർക്കുകളോ മറ്റൊക്കെ സഹായം ആവശ്യമുള്ളവർ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് ഇൻഷാ അല്ലാഹ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ നീ കമന്റ് ബോക്സിലൊക്കെ ഞാൻ ചേർക്കുന്നുണ്ട്. നമ്മുടെ ബാക്കിയുള്ള ചാപ്റ്ററുകളുടെ എല്ലാം പ്ലേലിസ്റ്റ് നിങ്ങൾ ചാനലിൽ ചെക്ക് ചെയ്താൽ മതി. ഫങ്ഷണൽ അറബിക്കിന്റെ പ്ലേലിസ്റ്റിൽ മുമ്പുള്ള ഓരോ ചാപ്റ്ററിന്റെയും വീഡിയോ അതിന്റെ വർക്കുകൾ സഹിതം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉപയോഗപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.